നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മോഹനൻ ചേനോളിയുടെ നീ ഇതു കാണാതെ പോകയോ പുസ്തക പ്രകാശനം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് ഡോക്ടർ ആർ രാജശ്രീ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ നാവളയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. മോഹനൻ ചേനോളി രചിച്ച സിനിമാ ഗാനങ്ങളെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പുകളുടെ സമാഹാരമായ നീ ഇത് കാണാതെ പോകയോ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് പേരാമ്പ്ര മരക്കാടി സ്ക്വയറിൽ സംഘടിപ്പിച്ചു. ശശി ഗായത്രി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് മോഹന മാഷ് എന്ന് പറയുന്ന മനുഷ്യനും ഞാനും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നത്. ഒരു അധ്യാപകനായി തന്നെ മാസ്മരിക സ്പർശനം പോലെ മാഷെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മാനുഭൂതി പലപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തയ്യാറാകുന്ന അഭിലാഷം വിദേശമെല്ലാം സൂചിപ്പിച്ചപ്പോൾ ഏറെ അഭിമാനമാണ് തോന്നിയത്. നോവലിസ്റ്റ് ഡോക്ടർ ആർ രാജശ്രീ സിനിമാ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ ആവളയ്ക്ക് നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടാവും. ഓരോ കാലഘട്ടത്തിലും ചെറുതായിരിക്കുമ്പോഴും അത് കഴിഞ്ഞ് കൗമാരപ്രായത്തിലേക്ക് വരുമ്പോഴും പിന്നീട് യൗവനത്തിലേക്ക് എത്തുമ്പോൾ മധ്യവയസ്സോ വാർദ്ധക്യം ഓരോ കാലത്തും ഓരോ പാട്ട് നമ്മുടെ കൂടെ വരും. ഏത് ഭാഷ എന്നൊന്നുമില്ല. പലപ്പോഴും പാട്ടുകൾ നമ്മളെ സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും, ദിവസങ്ങളെക്കുറിച്ച്, ജീവിതത്തിലെ മറന്നു പോകാത്ത ചില നിമിഷങ്ങളെക്കുറിച്ച്, ചില സന്ദർഭങ്ങളെക്കുറിച്ച്, ചില ജീവിതാനുഭവങ്ങളെക്കുറിച്ചൊക്കെ പാട്ടുകൾ ഓർമ്മിപ്പിക്കും. സാഹിത്യകാരൻ ഡോക്ടർ സോമൻ കടലൂർ പുസ്തക പരിചയം നടത്തി. സാഹിത്യകാരൻ രാജൻ തിരുവോത്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഡോക്ടർ പി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. വാസ്തവത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ എനിക്ക് മുമ്പേ സംസാരിച്ച് പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ചലച്ചിത്ര ഗാനങ്ങൾ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. എല്ലാവരും പറഞ്ഞത് രണ്ടാം കിടയായിട്ടാണ് കാണുന്നത്. നമ്മുടെ അക്കാദമിക് വ്യവഹാരങ്ങളിലൊന്നും ഈ അടുത്ത കാലത്ത് സംസ്കാര പഠനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവേശനം കിട്ടിയതല്ലാതെ പൊതുവെ ചലച്ചിത്ര ഗാനങ്ങളിലൊന്നും ആരും അങ്ങനെ പരിഗണിക്കാറില്ല. എന്നാൽ ഈ ചലച്ചിത്ര ഗാനങ്ങളാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടിന്റെ വരിയെങ്കിലും മൂടി പോകാതെ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം പോലും കടന്നുപോകും. സീന കെ പി, അഭിലാഷ് തിരുവോത്ത്, കെ ശ്രീധരൻ, പ്രശാന്ത് പാലേരി, എൻ കെ പ്രേമൻ, ടി ആർ ശ്രീഹർഷൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മോഹനൻ ചേനോളി മറുമൊഴി നടത്തി. കാരണക്കാരൻ ഞാനല്ല, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. കുറേ ആളുകളുടെ കൈയുണ്ട്, കുറേ ആളുകളുടെ സ്നേഹമുണ്ട്, കുറേ ആളുകളുടെ സൗഹൃദമുണ്ട്, കുറേ ആളുകൾ പറയാൻ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ പേര് പറയേണ്ടി വരും. ഞാൻ എൻ്റെ അമ്മൂത്ത് പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞാൽ പറയാത്ത ആൾക്കാർ പിണങ്ങും എന്നുള്ളതുകൊണ്ട് ആ പേരുകൾ തൽക്കാലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറേ ആളുകൾ ഒരുപാട് കാലങ്ങളായി എന്തെങ്കിലും ഒരു ചെറിയ ഉണ്ടോന്നോ വരിയൊക്കെ എഴുതുന്ന സമയത്ത് അത്രമാത്രം എഴുതാൻ മാത്രം ശീലമുള്ള ഒരു മനുഷ്യനെ അത്യാവശ്യം 4 വാക്ക് കൂടുതൽ എഴുതാൻ ശീലമുള്ള ആളാക്കി മാറ്റിയത് എൻ്റെ പ്രിയപ്പെട്ട ആത്മസൗഹൃദങ്ങളാണ് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ശ്രീജിഷ് ചെമ്മരൻ സ്വാഗതവും ലിതേഷ് കരുണാകരൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ഗാനാർച്ചനയും അരങ്ങേറി. പണി ചെയ്യണ നേരം വയ്യായ്മകളില്ലാതാവാൻ പാടുന്നൊരു പാട്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.